അപ്പോൾ എല്ലാവരും താഴെയിട്ടുള്ള ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ ജോലി ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഇട്ട് തരാം. ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഡിസംബറാണ്. ഈ മാസം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ പേരെങ്കിലും ഷോർട്ട് ലിസ്റ്റഡ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതാണ് ഇവിടുത്തെ പ്രാക്ടീസ്. ഈ ഡിസംബറിൽ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും കിട്ടുമെന്നാണ് ഉറപ്പ്. ഇവിടെ അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ പേര് ജോലി പോയിരിക്കുന്ന ആൾക്കാരെ ഡിസംബർ വരാൻ കാത്തിരുന്ന് ഇപ്പോൾ അപ്ലൈ ചെയ്തവർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരിയ്ക്കുന്നത്. ആ ഡിസംബറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പലരും ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് ഡിസംബറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആർക്കൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടെന്ന്. നിങ്ങളും അതുപോലെ തന്നെ പോയിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഒരുപാട് സ്പോൺസേർഡ് ജോബ്സൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ അമിതമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അത് സാധിക്കാതിരിക്കില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അമിതമായിട്ട് ആഗ്രഹിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിനു വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സ്വരൂപിക്കുക. അപ്പം നമുക്കത് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് മറ്റുള്ളവരല്ല, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളിൽ തന്നെയാണ് നമ്മുടെ മോട്ടിവേഷൻ ഉള്ളത്. ഒരു കാര്യം നമുക്ക് വേണോ, നമുക്ക് കിട്ടും എന്തായാലും. കൊച്ചു കുട്ടികളേക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവാനായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് അവരെ ഇപ്പോഴേ ശീലിപ്പിക്കുക. അതുമാത്രമല്ല, വീട്ടിൽ ചീത്ത വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. ആ ചീത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ കുട്ടികളും അതുപോലെ തന്നെ വളർന്നു വരും. നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവരും പോയിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ CV ഒന്ന് മാറ്റി എഴുതുക. അതുപോലെ ലിങ്ക്ഡിൻ പ്രൊഫൈല് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഓരോ ദിവസവും നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്തിട്ട് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. ആ സമയത്ത് ജോലിക്കാരെ അന്വേഷിക്കുന്ന എംപ്ലോയേഴ്സ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പായിരിക്കും. നിങ്ങൾക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളെന്നും ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോലി പെട്ടെന്ന് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സൂത്രം ഒന്ന് പ്രയോഗിച്ച് നോക്കുക. എല്ലാ ദിവസവും ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വേർഡെങ്കിലും മാറ്റിയിട്ട് നിങ്ങളത് അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റഡ് എന്നും പറഞ്ഞാൽ ഡേറ്റ് കൂടെ കാണിക്കും. എംപ്ലോയേഴ്സ് അതുകൂടി നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ കൂടി ചെയ്ത് നോക്കുക കേട്ടോ. CVയും കവർ ലെറ്ററും ഒക്കെ ഒന്ന് മാറ്റി എഴുതുക. എന്നിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോ ജോലിക്കും ഓരോ CVയും കവർ ലെറ്ററും മാത്രം വെച്ച് അപ്ലൈ ചെയ്യുക. അതുകൂടാതെ വെബ്സൈറ്റിൽ കൂടി വേണം നിങ്ങൾ ആ കമ്പനിയിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ. ഇതൊക്കെ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു മാർഗങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക, നിങ്ങൾ പ്രയത്നിക്കുക. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടും. ഇപ്പോൾ നാളെ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുമായിരിക്കും, ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടുമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് അമിതമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക. അതുമാത്രമല്ല, അതിനുവേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറാവുക. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഇത് മൂന്നും അതിന് അത്യാവശ്യമാണ്. ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഒരു സൂത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എംപ്ലോയേഴ്സ് കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ ദിവസവും പ്രൊഫൈൽ എടുത്തിട്ട് അതിൽ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ വരുത്തുക. ഏതെങ്കിലും ഒരു വേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റിയിട്ട് അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ന്യൂസിലൻഡോ ഓസ്ട്രേലിയയോ മാത്രമല്ല നോക്കേണ്ടത്, ഇനിയും ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് കൂടി ജോലിക്ക് നോക്കുക. ഈവൻ ജപ്പാൻ ഒരുപാട് അവസരങ്ങളുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടി നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു നല്ലൊരു കൾച്ചറുള്ള രാജ്യത്ത് നിന്ന് എത്താൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ കൾച്ചർ ഇല്ല എന്നല്ല പറയുന്നത്. എനിക്ക് നമ്മുടെ നാട്ടിലെ ഓരോ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കേൾക്കുമ്പോഴും എനിക്ക് വളരെ പേടിയാണ്. നാട്ടിലേക്ക് വരാൻ തന്നെ പേടിയാണ്. അപ്പോൾ അതുപോലുള്ള ഭയമൊന്നും ഇവിടെ ഇല്ല. നമ്മൾ മനസ്സമാധാനത്തോടു കൂടി വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടി ഒന്ന് നോക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ മതിയായ എക്സ്പീരിയൻസ് ഉള്ളവരും ജോലി ചെയ്യാനായിട്ട് അറിയാവുന്നവരും, നിങ്ങൾക്കൊരു ഡിഗ്രി കൂടി ഉണ്ടെങ്കിലോ അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് കൂട്ടുന്നത്. ആ ഡിഗ്രിക്ക് നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് നേടിത്തരാൻ പറ്റും. PR വിസ എടുക്കാൻ നോക്കുന്നവർ പെട്ടെന്ന് തന്നെ പോയി അതിനുള്ള മാർക്കുകളൊക്കെ നോക്കിക്കോളൂ കേട്ടോ.
ഒരു ഏജൻസിയോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ കയറി നേരിട്ട് PR വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. ഒരു ഏജൻസിയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാം. 1-2 പ്രാവശ്യം അതിൽ കയറി ഓരോ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എക്സ്പെർട്ടായിട്ട് മാറും. അതിലെന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഇത് സ്വയം ചെയ്യാനായിട്ട് നോക്കുക. വെറുതെ കയ്യിലെ പൈസ കളയേണ്ടെന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, പോസിറ്റീവായിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ. See you. Bye.